2025 എൻ്റെ ജീവിതത്തിലുണ്ടായ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയട്ടെ. പക്ഷെ മുഴുവനും കാണണം. ജനുവരിയിലത്തെ ആദ്യത്തെ സന്തോഷം നാഷണൽ മൈക്രോ ഡ്രാമ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി നമ്മുടെ മൃത്തിക നാടകം ഡൽഹിയിൽ പോയി കളിച്ചതായിരുന്നു കേട്ടോ. ഡൽഹി വരെ പോയ സ്ഥിതിക്ക് നമ്മൾ അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ചുറ്റി കണ്ടിട്ടാട്ടോ തിരിച്ചു വന്നത്. ഫെബ്രുവരി ലാസ്റ്റ് വീക്കിൽ ഞാനും വണ്ടിയും കൂടി ഒരു കുണ്ടിൽ പോയി ചാടിട്ടോ. അതിൻ്റെ ഫിസിക്കൽ ഇഞ്ചുറീസ് ഇപ്പോഴും എന്നെ വിട്ട് മാറിയിട്ടില്ല. ഒരു കൊല്ലമായിട്ട് അത് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. വിജയനഗര സാമ്രാജ്യത്തിലോട്ടായിരുന്നു എൻ്റെ ട്രാവലിംഗ് യാത്രയുടെ തുടക്കം എന്ന് പറയുന്നത്. ചെന്നൈയിൽ നിന്നും അധികം ദൂരമൊന്നുമില്ല ഹംപിയിലേക്ക്. അതുകൊണ്ട് തന്നെ വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 2 ദിവസം കൊണ്ട് ഞാൻ ഹംപി മാക്സിമം കവർ ചെയ്തു. അങ്ങനെ നാട്ടിൽ വന്നൊരു സമയത്ത് പെട്ടെന്നൊരു പ്രാന്ത് തോന്നിയിട്ട് പോയൊരു സ്ഥലമാണ് കേട്ടോ മൂന്നാർ. പെട്ടെന്ന് തീരുമാനിക്കുകയും പെട്ടെന്ന് നമ്മളുടെ KSRTC മിന്നൽ ബസ്സിൽ പോയതാണ്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഡബിൾ ഡെക്കർ ബസ്സിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഡബിൾ ഡെക്കറിൽ കയറുന്നത്. അതിൻ്റെ അപ്പർ ബർത്തിലിരുന്നിട്ട് കാഴ്ചകളൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഭാഷ വലിയ പിടുത്തമില്ലാത്ത കുറേ സ്ഥലങ്ങളിലോട്ടായി എൻ്റെ യാത്ര. അങ്ങനെ ആദ്യം പോയതാണ് നമ്മളുടെ ബോംബെ. അവിടെ പോയി അറിയുന്ന മുറി ഹിന്ദിയിൽ അവരോട് സംസാരിച്ച് പിന്നെ ബോംബെയിൽ നിന്ന് നേരെ മാത്തേരൻ പോയി. അറിയാലോ, ഏഷ്യയിൽ വാഹന ഗതാഗതം നിരോധിച്ച ഒരേ ഒരു സ്ഥലമാണ് നമ്മുടെ മാത്തേരൻ. ഒരു ഹിൽ സ്റ്റേഷൻ ആണത്. അവിടെ ഒറ്റയ്ക്ക് പോയി അവിടെ ടോയ് ട്രെയിനിൽ കയറി. എന്താ പറയുക, ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് മാത്തേരനാണ്. എന്നെക്കൊണ്ട് ഭാഷ അറിയില്ലെങ്കിലും പോകാൻ പറ്റും എന്ന് എനിക്ക് അത്രയും ഒരു ഹോപ്പ് തന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു മാത്തേരൻ. 2 ദിവസമായിരുന്നു മാത്തേരനിൽ. തിരിച്ചു വരുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. മാത്തേരൻ തന്ന ആ ഒരു കോൺഫിഡൻസിൽ ഒട്ടകമേള കാണാൻ വേണ്ടി പോയ സ്ഥലമായിരുന്നു പുഷ്കർ. അവിടെ ഒട്ടകമേള മാത്രമല്ല കേട്ടോ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്. പുഷ്കറിലെ ആരതി, അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഡിവൈൻ പ്ലേസ് കൂടിയാണ് പുഷ്കർ എന്ന് പറയുന്നത്. അവിടെ ഒരു സന്ധ്യാസമയത്ത് ആ ഒരു ആരതി കണ്ടു കഴിഞ്ഞപ്പോൾ കുറേ നമ്മളുടെ ഫ്രസ്ട്രേഷൻസ് എല്ലാം നമുക്ക് അവിടുന്ന് എങ്ങനെ ഞാൻ പറയുക, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരിക്കുന്നു. അതിലൊന്നായിരുന്നു പുഷ്കറിലെ ഈ ആരതി. പുഷ്കറിന്ന് തിരിച്ചു വരുന്ന വഴി കണ്ട ഒരു സ്ഥലമാണ് ഇത്. മാർബിൾ ഡംപിങ് യാർഡാണ് കേട്ടോ അത്. എന്താ പറയുക, നമ്മുടെ സിനിമയിൽ മാത്രമേ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടിട്ടുള്ളൂ. നമ്മുടെ രജനീകാന്തിൻ്റെ ഐശ്വര്യറായുടെ ഒരു സിനിമയിലുണ്ടല്ലോ, എന്താ രസം എന്നറിയോ. അവിടെ നിറയെ ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല നട്ടപ്പൊരു വെയിലായതുകൊണ്ട് അവിടെ അധികം നിന്നില്ല. പിന്നെ സമയം ഉണ്ടായിരുന്നില്ല. ഈ ഒരു സ്ഥലം സത്യം പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡായിട്ട് പോയതാണ്. ഇത് ലിസ്റ്റിലേ ഉണ്ടായിരുന്നില്ല. പുഷ്കറിൽ പോയപ്പോൾ താമസിച്ച ഡോർമെട്രിയിൽ നിന്ന് 2 പെൺപിള്ളേരെ കൂട്ടായിട്ട് കിട്ടിയിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 ആളും കൂടെ പോയി കണ്ടൊരു സ്ഥലമാണ്. പിന്നെ പിള്ളേരാണെച്ചാൽ പൊളി വൈബായിരുന്നു. പുഷ്കറിൽ നിന്ന് നേരെ വിട്ടത് ജയ്പൂരിക്കായിരുന്നു. പുഷ്കറിൽ നിന്ന് വെറും 4 മണിക്കൂർ മാത്രമേ ജയ്പൂരിക്കുള്ളൂ. അപ്പോൾ പിന്നെ ജയ്പൂർ കവർ ചെയ്യാണ്ട് എങ്ങനെ വരും അല്ലേ. ജയ്പൂരിൽ 2 ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ ദിവസം ജയ്പൂരിൻ്റെ ഔട്ടർ സ്ഥലങ്ങൾ കുറേ ഫോർട്ടുകളൊക്കെ കവർ ചെയ്തു. 2ാമത്തെ ദിവസം ജയ്പൂരിൻ്റെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങൾ കണ്ടു. പിന്നെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് രാവിലെ കച്ചോരി, സമൂസ ഇതൊക്കെ കഴിക്കണതായിരുന്നു. നമ്മളിവിടെ ദോശയും സാമ്പാറും ഇഡ്ഡലിയൊക്കെ കഴിച്ച് ശീലിച്ചിട്ട് പെട്ടെന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കേണ്ടി വന്നപ്പോൾ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ സാരമില്ല, കാരണം എന്താ വെച്ചാൽ അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. സത്യം പറഞ്ഞാൽ പുഷ്കർ, ഹംപി, ഇതായിപ്പോൾ ജയ്പൂർ ഇങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും എൻ്റെ ആ സോളോ ട്രാവലിങ്ങിൽ ഞാൻ അങ്ങോട്ട് എന്താ പറയുക അഡിക്റ്റഡായ മാതിരിയായിട്ടോ. അത് ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഈ ഒറ്റയ്ക്കുള്ള യാത്രകൾ, ആൾക്കാരോട് സംസാരിക്കുന്നത്, ഓരോരോ സ്ഥലത്തെ ഭക്ഷണ രീതികൾ, അതൊക്കെ ഭയങ്കര എന്താ പറയുക, ആദ്യമായിട്ടാണ് ലൈഫിൽ ഞാൻ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നാർഘട്ട് ഫോർട്ടിലെ ആ പീരങ്കിയുടെ ഓപ്പോസിറ്റുള്ള വ്യൂ ആണത്. കണ്ടോ, ജൽമഹൽ കാണും ഇവിടുന്ന്. പ്രാവശ്യം ഒരു മഞ്ഞ് മാതിരിയുണ്ട്. കൽപ്പാത്തി രഥോത്സവം എന്ന് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ പാലക്കാട് ഉണ്ടായിട്ടും ഇല്ലെങ്കിൽ മലപ്പുറം ഉണ്ടായിട്ടും ഇതുവരെ പോകാൻ പറ്റാത്തൊരു സ്ഥലമാണത്. അപ്പോൾ അടുത്ത യാത്ര കൽപ്പാത്തിക്കായിരുന്നു കേട്ടോ.
രാവിലെ ഒരു 3:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. രാവിലെ ഒരു അധികം തിരക്കില്ലാത്ത കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു. പിന്നെ നന്നായിട്ട് തൊഴാൻ പറ്റി രാവിലെ നേരത്തെ പോയതുകൊണ്ട്. അത് കഴിഞ്ഞ് അവിടെ കുറേ ചുറ്റി നടന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ആ തേര് വലിക്കലിൽ നമുക്ക് ഒന്ന് പങ്കെടുക്കാൻ പറ്റി. പിന്നെ അവിടുത്തെ ഒരു തിരക്ക്, അയ്യോ, ആദ്യമായിട്ടാണ് ഇങ്ങനൊരു തിരക്ക് എക്സ്പീരിയൻസ് ചെയ്യണത്. ഒരു നിക്കക്കള്ളിയില്ലാത്ത ഒരു തിരക്ക് എന്ന് പറയാം. പക്ഷേ അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കുറേ കാര്യങ്ങളായിരുന്നു അതൊക്കെ. ഞാനൊരു അമ്പലവാസിയായിരുന്നിട്ട് പോലും ഇതുവരെ ഒരു അയ്യപ്പന്മാർക്ക് കണ്ടിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അയ്യപ്പൻ അതും എനിക്ക് സാധിച്ചു തന്നു. ഇത് പാലക്കാട് ഉണ്ടായ ഒരു അയ്യപ്പൻ വിളക്കാണ്. അപ്പോൾ അതിന് ഞാൻ എന്താ പറയുക, കണ്ണിറയെ ഞാൻ അയ്യപ്പനെ കണ്ടു, അയ്യപ്പൻ വിളക്ക് കണ്ടു. രാത്രി മുഴുവനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ 2025.